ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പോൾ പാരൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികൾക്ക് തീരെ ശ്രദ്ധയില്ല, അറ്റൻഷൻ ഇല്ല. അവർക്ക് ഒരു സ്ഥലത്തേക്ക് ഏകാഗ്രത കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കുട്ടിയുടെ പഠിത്തത്തെയും ബാക്കി എല്ലാ കാര്യത്തെയും നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളത്. ഈ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എൻവയൺമെൻറ്റ് മൊത്തം മാറി, കുട്ടികളും മാറി അല്ലേ, നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ വളരെ മിടുക്കരാണ്, അവർ ഭയങ്കര എക്സ്പേർട്സ് ആണ്. അത് ചിലപ്പോൾ ഈ ഗാഡ്ജറ്റ്സ് കൊണ്ടൊന്നും ആയിരിക്കണം എന്നില്ല. നമ്മുടെ ഫീമെയിൽ എഡ്യൂക്കേഷൻ നന്നായിട്ട് കൂടി. സെക്കൻഡ്, നമ്മുടെ ഫോളിക് ആസിഡും അങ്ങനത്തെയുള്ള വൈറ്റമിൻസ് ഒക്കെ അമ്മമാർ നേരത്തെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് ഫോളിക് ആസിഡൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അമ്മമാരൊക്കെ അത് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികൾക്കും അത്രയും നല്ലൊരു മിടുക്കരായ കുട്ടികളാണ് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് ഉണ്ടായി വരുന്നത്. അമ്മമാരുടെ എഡ്യൂക്കേഷൻ കൂടിയപ്പോൾ അമ്മമാർ കുറച്ചുകൂടി കുട്ടികളുടെ ആ കെയർ, ഏത് രീതിയിൽ എൻ്റെ കുട്ടി വളരണം എന്നുള്ളത് കുറച്ചുകൂടി ഫോക്കസ്ഡും ആണ്. അപ്പൊ ജനറലി കുട്ടികൾ എല്ലാവരും മിടുക്കരാണ്. പക്ഷെ കുറച്ചൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് വരാനുള്ള കാരണം നമ്മൾ അവരുടെ ചുറ്റും കൊടുക്കുന്ന എൻവയൺമെന്റ് തന്നെയാണ്. അപ്പൊ നേരത്തെ തന്നെ നമുക്കതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്പെടും അവർ വലുതാവുമ്പോൾ. നമുക്കറിയാം ഇപ്പൊ റീൽസുകളുടെ അല്ലെങ്കിൽ ഷോർട്സുകളുടെ കാലമാണ്. സൈക്കോളജിസ്റ്റുകൾക്ക് അത് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ അറ്റൻഷൻ സ്പാന് നമുക്കൊരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റേ മാക്സിമം നിൽക്കുന്നുള്ളൂ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരു കുഞ്ഞു കുട്ടി വരെ 2-2.5 വയസ്സുള്ള കുഞ്ഞു വരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണോ എങ്ങനെയാണോ കാണുന്നതെന്ന് അറിയില്ല. ആ വീഡിയോയുടെ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് പോകണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമാണ് ഉണ്ടായി വരുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ നിങ്ങളുടെ കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് ഫോർ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് വരെ നിങ്ങൾ ഗാഡ്ജറ്റ്സിലേക്ക്, സ്ക്രീനിലേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കുക. 3 to 6 ഇയേഴ്സ് മാക്സിമം ഹാഫ് ആൻ അവർ, ഇപ്പോൾ പറയുന്നത് 1 അവർ വരെ, അത് 20 മിനിറ്റ്സിൻ്റെ 3 സെഷനായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ കുഞ്ഞ് കാണുന്നത് എന്താണോ എന്നുള്ളത് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. അതിൽ റീൽസ്, ഷോർട്സ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് കുഞ്ഞിനെ ഒഴിവാക്കി കൊടുക്കുക. ലോങ് വീഡിയോസ് ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക. അതും TV അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുക. അതും എഡ്യൂക്കേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ആനിമൽ കിങ്ഡം പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കുഞ്ഞിന് വിവരം നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിന് കാണിച്ചു കൊടുക്കാനും കൂടെ നിൽക്കുകയും ചെയ്യുക. ലോങ് വീഡിയോസ് ആകുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി അറ്റൻഷൻ കുറച്ചുകൂടി നിൽക്കുന്നതായിരിക്കും. അത് കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. സെക്കൻഡ്, കുഞ്ഞുങ്ങളെ റീഡിങ്ങിലേക്ക് കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സ്, അത് ഇംഗ്ലീഷോ മലയാളമോ എന്തോ ആവട്ടെ, റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. കുഞ്ഞുങ്ങൾ റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും ഇത് ബെഡ് ടൈം സ്റ്റോറീസ് കുഞ്ഞിൻ്റെ കൂടെ നിങ്ങൾ കെയർ ടേക്കേഴ്സ്, അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇരുന്നിട്ട് ഒന്ന് വായിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒരു ചെറിയ ബുക്ക് കുഞ്ഞു ഒറ്റയ്ക്ക് വായിക്കട്ടെ, നമ്മളും വായിക്കുക. അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു ബുക്ക് പോട്ടെ, 2 മാസത്തിലെങ്കിലും ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ എപ്പോഴും നല്ലത് മന്ത്ലി 1 ബുക്ക് എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ കൊണ്ട് റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ, ന്യൂസ് പേപ്പർ വായിപ്പിക്കുക. അതാണ് സെക്കൻഡ് ആയിട്ടുള്ളത്. തേർഡ് ആയിട്ട് ഡ്രോയിങ്, ഫൈൻ സ്കിൽസ്. ഇപ്പോൾ വലിയൊരു ഡ്രോയിങ് ചിത്രകാരനോ അങ്ങനെയൊന്നും ആവാനൊന്നും വേണ്ടിയല്ല, അത് നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടും. അതായത് അറ്റമൊക്കെ പുറത്തേക്ക് പടർന്നു പോവാതെയൊക്കെ വരയ്ക്കാൻ, ഈ മണ്ടേല ഡ്രോയിങ് ഒക്കെ ഇല്ലേ, ഫൈൻ ആയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ പതുക്കെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കണം. അത് അവരെ വല്ലാണ്ട് നന്നായിട്ട് ഉപകാരപ്പെടുത്തും. 4ാമത്തെ കാര്യമാണ് ഹൗസ് കോൾ കോഴ്സിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ തുണി മടക്കി വെക്കുകയാണെങ്കിൽ കുറച്ചു നേരം കുഞ്ഞിനെ കൊണ്ട് നമ്മൾ തുണി മടക്കി, അത് എത്രയും വൃത്തിയിൽ അവർ മടക്കി വെക്കുന്നു അത്രയും നമ്മൾ കുഞ്ഞിന് കോംപ്ലിമെന്റ് കൊടുക്കുക. അത് ഷെൽഫിൽ അടുക്കി വെക്കുക. അതേപോലെ അവരുടെ ബുക്കുകളൊക്കെ നമ്മൾ അടുക്കി വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ കുറച്ചുകൂടി അതിലേക്ക് ഇൻറ്റുയിറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരും. പിന്നെ 5th പോയിന്റ് ആണ് എഴുതിപ്പിക്കുക. അത് അവർക്ക് ഇപ്പം നിങ്ങളൊരു ട്രിപ്പ് പോയി എന്ന് വിചാരിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ 1-2 പേജിൽ കുഞ്ഞിനെ കൊണ്ട് പതുക്കെ ഇരുന്ന് എഴുതിപ്പിക്കും. അതിന് നമുക്ക് സമയവും സാവകാശവും നമുക്ക് ക്ഷമയും വേണം കേട്ടോ. അപ്പോൾ പതുക്കെ എഴുതുമ്പോൾ കുഞ്ഞ് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കുഞ്ഞിൻ്റെ ഏകാഗ്രത നന്നായി കൂടാനും സഹായിക്കും. ഇനി ഈ 5 കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹീമോഗ്ലോബിൻ്റെ അളവ്, വൈറ്റമിൻ ഡിയുടെ അളവ്, തൈറോയിഡിൻ്റെ ലെവലൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട്, ചില കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി കുറവായിരിക്കാം, അനീമിക് ആയിരിക്കും, ഹീമോഗ്ലോബിൻ കുറവായിരിക്കും, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മരുന്ന് വെച്ചും കറക്റ്റ് ചെയ്ത് വന്നാൽ നമ്മുടെ എല്ലാ കുട്ടികളും നല്ല മിടുക്കരായിട്ട് മുന്നോട്ട് വളരുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് നിങ്ങളുടെ സജഷൻസും ഇതിൻ്റെ അടിയിലിടൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.